ഹായ് ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സുമിത്രയോട് വന്നിട്ട് കിളിയൻ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മേഡം, എന്തായാലും ബലരാമൻ സാറിനെ പേടിക്കണം. കാരണം അദ്ദേഹം എന്നെ തല്ലി. എന്തിനാണ് മേഡം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കൺമണിയെ ഒളിപ്പിച്ചു വെച്ച കാര്യം എന്തിനാണ് മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്കറിയില്ല കൺമണി എവിടെയാണെന്നുള്ളതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ എന്നോട് ആരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സുമിത്ര പറയുന്നുണ്ട്. എന്നാലും മേഡം ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേനും സുമിത്ര പറയുന്നുണ്ട്, ഞാൻ ബലരാമനെ സൂക്ഷിക്കാനോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവനെ ഞാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് എന്ന് പറയുന്നുണ്ട്. സാറ് വിചാരിച്ച പോലെ ഒരാളല്ല മേഡം, അതുകൊണ്ട് പറഞ്ഞതാണ്. അവൻ എൻ്റെ മകനാണ്, ആ കാര്യം നീ മറക്കേണ്ട കിളിയ. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ പേടിക്കേണ്ട യാതൊരു തര കാര്യവുമില്ല. നീ നിൻ്റെ പാട് നോക്കി പോകാൻ നോക്ക്. എന്തായാലും മേഡം ഒരു കാര്യം ചെയ്യ്, അമ്മയൊന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കേ. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്നില്ല, എനിക്ക് വയ്യ എന്നെ അടി കിട്ടാനെന്ന് പറയുന്നു. അങ്ങനെ തന്നെ ഭാഗ്യലക്ഷ്മിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലില്ലി. അതുകൊണ്ട് തന്നെ അപ്പോഴേക്കിന് ബലരാമൻ വരുന്നുണ്ട്. അങ്ങനെ മോനെ നീ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ചെന്ന് ലക്ഷ്മിയുടെ അടുത്ത് പോയി ഇരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് മോളെ നിനക്ക് എന്താടാ പറ്റിയത്, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകട്ടോ ചെയ്യുന്നതിനും ആൻറ്റി പറയുന്നുണ്ട്, ഇല്ല മോനെ ഒരു കുഴപ്പമില്ല. കാരണം ഇവൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോനെ, ഞാൻ 10-20 വർഷം നേഴ്സായി ജോലി ചെയ്തതല്ലേ. ഇപ്പോൾ എന്താ മരുന്ന് കൊടുക്കേണ്ടതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. മോൻ അതിലൊരു വിഷമം വിചാരിക്കേണ്ട എന്ന് പറയുന്നു കേട്ടോ. എൻ്റെ അനിയത്തി എന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ട് ഇട്ടിരിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടേ പറ്റുള്ളൂ. അമ്മ എന്തിനാണ് ഇവളുടെ തലക്കടിച്ച് വീഴ്ത്തിയത്? ആൻറ്റി സത്യം പറയുമെന്ന് പറയപ്പോഴത്തേനും എനിക്ക് അറിയില്ല മോനെ എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ. പക്ഷേ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുക കേട്ടോ. നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ കണ്ടത്. സത്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ടും നിങ്ങൾ തുറന്ന് പറയുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നു. എനിക്കൊന്നും അറിയില്ല മോനെ എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ എന്നിട്ട് മോൻ വിഷമിക്കേണ്ട, മോൻ തിരിച്ചു പോയിക്കോളൂ, അവൾക്കൊരു കുഴപ്പവും പറ്റില്ല, ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായി തന്നെ നോക്കുന്നുമുണ്ട്, മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. ആൻറ്റി അവളെ നന്നായിട്ട് നോക്കിക്കോണേ എന്ന് പറയുന്നു. അതിനുശേഷം ബലരാമൻ പോയതിന് ശേഷം തന്നെ വേഗം വന്നിട്ട് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. സുമിത്രാമ്മേ, എന്തായാലും ബലരാമൻ കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് അവൻ പറഞ്ഞു, പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. അവൾക്ക് ഇങ്ങനെ വന്നത് അവന് ഒരുപാട് സങ്കടമുണ്ട്. ഇത്രയും സ്നേഹിക്കുന്നതാണ് ബലരാമൻ കുഞ്ഞിന് ലക്ഷ്മീനെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്. സുമിത്രാമ്മേ, അവൻ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു സുമിത്രാമ്മയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ മേഡം ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ. നീയൊന്നും പേടിക്കണ്ട ലാലി, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളെന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ കൺമണിയുടെ അച്ഛനെ തന്നെ കേട്ടോ കാണിക്കുന്നത്. അച്ഛനാണെങ്കിൽ വളരെയധികം വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം കൺമണിയെ ആർക്കും തന്നെ രക്ഷിക്കാനോ ഒന്നിനും സാധിച്ചിട്ടില്ല. അവൾ എവിടെയാണെന്ന് അറിയുന്നില്ല. എല്ലാവരും അവളെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും തന്നെ അവളെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അങ്ങനെ ലക്ഷ്മി വരുന്നുണ്ട്. ഓ, മകളെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. എന്ത് ലക്ഷ്മി ഈ പറയുന്നത്? എൻ്റെ മോളല്ലേ അവളെക്കുറിച്ച് എനിക്ക് ആദ്യം ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടാവും ഇല്ലയെന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളും അതുപോലെ നിങ്ങളുടെ മകനും കൂടി എന്നെ തല്ലി ചതച്ചില്ലേ? നിങ്ങളെൻ്റെ നേരെ കത്തി ഓങ്ങിയില്ല. പിന്നെ ആ അലിഗയിൽ MD അവനും വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ? എന്താ നിങ്ങളുടെ എല്ലാം തന്നെ ഭീഷണിക്ക് വിധേയമാവേണ്ട അവസ്ഥയാണല്ലോ എനിക്ക്. കാരണം ഞാൻ ഉണ്ടായതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, എന്നിട്ട് എന്നെ തല്ലിക്കൊല്ലാനായിട്ട് നോക്കുന്നു എന്ന് പറയുന്നു. ലക്ഷ്മി, നീ ഒന്നും മിണ്ടാണ്ടിരുന്നു. അവൾ പോയിട്ട് എനിക്ക് എന്തൊരു വിഷമം ഉണ്ടായിട്ടിരിക്കാൻ ഞാൻ. നീ എന്നെക്കുറിച്ച് എൻ്റെ വായിൽ നിന്ന് കൂടുതൽ കേൾക്കണ്ട ലക്ഷ്മി എന്നൊക്കെ പറയുന്നു കേട്ടോ. ഞാനെന്താ ഇനി പറയേണ്ടത്? ഇതിൽ കൂടുതൽ എന്ത് പറയാനാണെന്ന് പറയുന്നു. അപ്പോഴത്തേൻ്റെ രജനി മേഡം വിളിക്കാട്ടോ ചെയ്യുന്നത്. കൺമണി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവൾക്ക് പറ്റിയത്? കാരണം അവളെ ഫോൺ ഇപ്പോൾ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാട്ടോ. അങ്ങനെ അച്ഛൻ വാവിട്ട് കരയാട്ടോ ചെയ്യുന്നത്. എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ കൺമണിയെ കാണാനില്ല. രാവിലെ മുതൽ അലിഗയിലേക്ക് അവൾ പോയതാണ്, പക്ഷെ ഇതുവരെയും അവൾ കാണാനില്ല. ചിലപ്പോൾ അവൾക്കൊരു അപകടം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മേഡത്തെ അവൾ അറിയിച്ചതായിരിക്കാം, അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറയുവാട്ട് ചെയ്യുന്നത്. അവൾക്ക് എന്താ അപകടം, എന്താ പറ്റിയത്? അത് ഒന്നും പറയണ്ട മേഡം, എൻ്റെ മരുമകളാണ് കുറച്ച് കാര്യങ്ങൾ കള്ളക്കഥകളൊക്കെ വിളിച്ച് പറഞ്ഞ് അലിഗയിലെ ജോലി തെറിപ്പിച്ചു. അതോടുകൂടി തന്നെ അവൾക്ക് മനോനില തെറ്റിയിരിക്കുകയാണ് അവളുടെ. കാരണം അവളുടെ നല്ലൊരു സമ്പാദ്യമായിരുന്നു ആ ജോലി. അത് പോയതോടുകൂടി അവൾക്ക് അപമാനവും പേറിയിട്ട് അവൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്നുകൂടി എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ധനലക്ഷ്മി ആണെങ്കിലോ, അയ്യോ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ പോലീസ് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ.
അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ അന്വേഷിച്ചിട്ട് വിവരങ്ങൾ അറിയിക്കാം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ എൻ്റെ പേര് പറഞ്ഞത്? ലക്ഷ്മി, നീ കൂടുതൽ സംസാരിക്കേണ്ടത്, നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു കാര്യം സംഭവിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മകളുടെ, അതായത് മകൻ്റെ കുടുംബമൊക്കെ നശിപ്പിക്കാനായിട്ട് നോക്കുകയാണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നിട്ട് അച്ഛൻ അങ്ങോട്ട് പോകുന്നു. അയ്യോ, ഈ കിളവൻ ഇനി എൻ്റെ പേര് പറഞ്ഞ് ആ മേഡം എന്നെ അടിച്ച് ശരിയാക്കുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ. പിന്നെ കൃഷിനെയും മഹിയാണ് കേട്ടോ കാണിക്കുന്നത്. മഹിയാണെങ്കിലോ കൃഷിനോട് സംസാരിക്കുന്നുണ്ട്. ആ കിളിയനെ കിട്ടിക്കൊണ്ടിരുന്നതാ, പക്ഷെ പെട്ടെന്ന് തന്നെ വഴുതി അവൻ രക്ഷപ്പെട്ടു, അല്ലാതെ അവനെ വിടാൻ ഞാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അവനെ പിടിച്ചിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ല, നേരെ തന്നെ നമുക്ക് ബലരാമനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷി, നീ എന്താ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും, എനിക്ക് അറിയില്ലടാ, എനിക്ക് ആകെ വിഷമാവുന്നുണ്ട്, എനിക്ക് കൺമണി ഇല്ലാതെ പറ്റുന്നില്ലടാ, അവളായിരുന്നു എൻ്റെ ഊർജ്ജമെല്ലാം തന്നെ, അവൾ എൻ്റെ ഒപ്പം ഇല്ലാതായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതലാണിപ്പോൾ കാര്യങ്ങളൊക്കെ. അവൾ എവിടെയായിരിക്കും, അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എന്ത് പറ്റിയിട്ടുണ്ടാവും അവൾക്ക് എന്നൊന്നും എനിക്കും അറിയുന്നില്ല. അവൾ വളരെ വിഷമത്തിലായിരിക്കുമോ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവളെ രക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാവുമോ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളെ ഈ ഗതിയിലാക്കിയവരൊക്കെ തല്ലി ചതയ്ക്കാനുള്ള ദേഷ്യമുണ്ട്, ഞാൻ ആ വരുണിനെ പോയി തല്ലി എന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട്. നീ എന്താടാ കാണിച്ചേ, അവനെ പോയി നീ തല്ലിയേ, നിനക്കെന്താ വട്ടായോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ സമനില തെറ്റിയിട്ടുണ്ട് മഹി, കാരണം അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അവൾ എൻ്റെ നിന്ന് കുറച്ച് അകന്നപ്പോഴാണ് ആ ഒരു വേദന എനിക്ക് മനസ്സിലായത്. ഞാൻ ജീവിക്കാൻ തന്നെ കാരണം എപ്പോഴും കൺമണി തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മാനസിക നില തെറ്റാണ് മഹി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എടാ, ഈ സാഹചര്യത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുക തന്നെയല്ലേ വേണ്ടത്, എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആ വിദ്യയ്ക്ക് എല്ലാം തന്നെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൾ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ക്രഷ് പറയുന്നുണ്ട്, എപ്പോഴും അവൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു, പിന്നെയും ഞാൻ എൻ്റെ ഒരു ഇതിൽ കൊണ്ട് അവിടെ നിർത്തിയതാണ്, അവളാണ് എല്ലാത്തിനും കാരണം. എനിക്ക് തോന്നുന്നു അവളും ഇതിലൊരു കൈയുണ്ട്, എല്ലാ കാര്യത്തിലും അവളുടെ ഒരു കൈയുണ്ടെന്നുള്ളത് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവളെന്താ നമ്മുടെ മുന്നിൽ വരാൻ ഇത്ര പ്രയാസം, അവളെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ചതോടുകൂടി തന്നെ അവൾക്ക് ദേഷ്യം വരൽ തുടങ്ങി, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കൺമണിയെ ഓർത്ത് വിഷമത്തോടു കൂടി നിൽക്കുമ്പോഴത്താണ് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത്. അങ്ങനെ മേഡം പറഞ്ഞയച്ചതാണ് എന്താ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. കൃഷിനോട് തന്നെയാണ് ആദ്യം അന്വേഷണം, കാരണം നിനക്ക് എന്നെ ഓർമ്മയുണ്ടടാ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൃഷിൻ്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവുകയാണ്. അങ്ങനെ നിൽക്കുന്ന കൃഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.